അതെ, ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ബാറ്ററി ലൈഫ് തീരില്ല. കാരണം 5000 mAh, 5500 mAh, 6000 mAh ഇങ്ങനെ ഒരുപാട് ബാറ്ററി കപ്പാസിറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഫോണിനകത്ത് 7300 mAh ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് 7300 mAh ബാറ്ററി കപ്പാസിറ്റിയുമായി വരുന്ന ഫോൺ എന്ന പ്രത്യേകതയാണ് ഈ ഒരു ഫോണിനുള്ളത്. സാധാരണ ഫോണുകൾ ലോഞ്ചിന്റെ തലേ ദിവസമൊക്കെയാണ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്. 11-ാം തീയതിയാണ് ഫോണിന്റെ ലോഞ്ച്. പക്ഷേ ഇന്ന് 4-ാം തീയതി ആയുള്ളൂ. ഒരാഴ്ച മുമ്പ് തന്നെ നമ്മുടെ ഈ പ്രോഡക്റ്റ് കിട്ടി. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സമയം നമുക്ക് കിട്ടും. സത്യം പറഞ്ഞാൽ കൊറിയയിൽ നിന്ന് ഈ ഒരു ബോക്സ് കയ്യിൽ കിട്ടിയെങ്കിലും അത് അൺബോക്സ് ചെയ്ത് പുറത്തെടുക്കുന്നത് വരെ ഫോൺ ഏതാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. പൊട്ടിച്ച് നോക്കിയിട്ട് അറിയും ഫോണാണെന്ന് പ്രതീക്ഷിക്കുകയാണ്. ലോഞ്ച് അടുത്തതുകൊണ്ട് തന്നെയും ഐക്യുവിൻ്റെ ഫോൺ ആണോ എന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. യെസ്, ഐക്യു തന്നെയാണ്. നമുക്ക് നിരവധി ഐക്യുവിൻ്റെ ഫോണുകൾ വന്നിട്ടുണ്ടെങ്കിലും ഇത്തവണ അതിൻ്റെ ബോക്സ് ഒരു വ്യത്യസ്തമായിരുന്നു. ബോക്സ് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു പ്രീമിയം ഫീൽ ഉണ്ട് സാധാരണ ഐക്യുവിൻ്റെ മുൻകാല ഫോൺ വരുന്ന ബോക്സിനെ അപേക്ഷിച്ച്. എന്തായാലും ഫോണിൻ്റെ ബോക്സ് വളരെ പെട്ടെന്ന് തന്നെ അൺബോക്സ് ചെയ്ത് ഫോണിൻ്റെ ബോക്സിനകത്തുള്ള മറ്റ് ബോക്സ് കണ്ടന്റുകൾ പുറത്തെടുത്തു. ബോക്സിനകത്ത് ഇതുപോലെ മനോഹരമായിട്ടുള്ള ബാക്ക് കേസ്, അതുപോലെ യൂസർ മാനുവൽ, ഫാസ്റ്റ് ചാർജർ, ചാർജിങ്ങിന് A to C ചാർജിങ് കേബിൾ, അതുപോലെ സിം ഇജക്ടർ പിൻ. ബോക്സിൽ നിന്ന് ഫോൺ പുറത്തേക്ക് എടുക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീൽ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഭയങ്കര വെയിറ്റ് ഒന്നുമില്ല കേട്ടോ, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഏകദേശം 199 ഗ്രാം ഭാരം ഈ ഒരു ഫോണിനുണ്ടെങ്കിലും അത്രയൊന്നും വെയിറ്റ് ഈ ഒരു ഫോണിന് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ ഈ ഒരു ഫോണിന്റെ തിക്നെസ് വെറും 7.89 മില്ലിമീറ്റർ മാത്രമാണ്. ഞാൻ ഈ ഒരു ഫോൺ കയ്യിൽ കിട്ടുന്നത് വരെ സാംസങ്ങിന്റെ S25 അൾട്രയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ച് ദിവസം ഇതിനകത്ത് സിം ഇട്ട് ഉപയോഗിക്കാൻ പോവാണ്. അങ്ങനെ S25 അൾട്രയിൽ കിടന്ന എൻ്റെ പ്രൈമറി സിം കാർഡ് എടുത്ത് ഞാൻ ഈ ഒരു പുതിയ ഫോണിലേക്ക് മാറ്റി സിം കാർഡ് ഇട്ടതിന് ശേഷം പിന്നീടാണ് ഞാൻ ഇതിൻ്റെ ഒരു സെറ്റപ്പ് എല്ലാം ചെയ്തത്. ഇന്ന് തിങ്കളാഴ്ചയാണ്. ഞാൻ വെള്ളിയാഴ്ച രാത്രി ഈ ഒരു ഫോൺ ചാർജിനിട്ട് ശനിയാഴ്ച രാവിലെ ഫോൺ ചാർജിൽ നിന്ന് എടുത്തതാണ്. ശനിയാഴ്ച ഫുള്ള് ഈ ഒരു ഫോൺ യൂസ് ചെയ്തു, ഞായറാഴ്ച ഫുള്ള് ഫോൺ യൂസ് ചെയ്തു. ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ്. ഇന്ന് ഏതാണ്ട് ഇപ്പോൾ സമയം ഏകദേശം 2:30 മണി കഴിഞ്ഞു. ഇതുവരെയും പിന്നെ ഞാൻ ഫോൺ ചാർജ് ചെയ്തിട്ടില്ല. അതായത് 2 ദിവസവും 5 മണിക്കൂറും 18 മിനിറ്റുമായി ഞാൻ ഈ ഒരു ഫോൺ ചാർജിൽ നിന്ന് എടുത്തിട്ട്. ഈ സമയങ്ങളിൽ ഏകദേശം 7 മണിക്കൂറും 6 മിനിറ്റും ആയിരുന്നു ഇതിൻ്റെ ഒരു സ്ക്രീൻ ഓൺ ടൈം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്ക്രീൻ ഓൺ ടൈം നോക്കുമ്പോൾ 7 മണിക്കൂറും 8 മിനിറ്റുമാണ് ഇപ്പോൾ ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത്. ബാറ്ററി തന്നെയാണ് ഐക്യു ഏറ്റവും പുതുതായി പുറത്തിറക്കിയിരിക്കുന്ന ഐക്യു C10 എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. 5000 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ചില ഫോണുകളൊക്കെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു 7 hours സ്ക്രീൻ ഓൺ ടൈം തന്ന ഫോണുകളുണ്ട്. നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ഇന്നുവരെ ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബാറ്ററി കപ്പാസിറ്റി കൂടിയ സ്മാർട്ട് ഫോൺ എന്ന പ്രത്യേകത ഇനി ഐക്യു C10 അവകാശപ്പെട്ടതാണ്. ഈ ഒരു 7300 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഈ ഒരു ഫോൺ കുറച്ചുകൂടെ സ്ക്രീൻ ഓൺ ടൈം തരേണ്ടിയിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് ഇതിൻ്റെ ബാറ്ററി കുറച്ചുകൂടെ ഒപ്റ്റിമൈസ് സോഫ്റ്റ്വെയർ സൈഡിൽ ചെയ്യേണ്ടിയിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. നമ്മൾ സാധാരണ കൊണ്ടുനടക്കുന്ന ഒരു പവർ ബാങ്കിലേക്ക് അതിൻ്റെ കപ്പാസിറ്റിയിലേക്ക് എത്താൻ വെറും 2700 mAh കുറവ് മാത്രം. ഫോണിന്റെ ബാക്ക് സൈഡ് കണ്ടു കഴിഞ്ഞാൽ സാധാരണ ഐക്യു ഫോണുകളിൽ കണ്ടുവരുന്ന ഒരു DNA നമുക്ക് വ്യക്തമാകുന്നില്ല. നേരെ മറിച്ച് ഐക്യുവിന്റെ പാരന്റ് കമ്പനി ആയിട്ടുള്ള ഒരു വിവോ ഫോൺ ആണോ എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് സംശയം തോന്നും. കാരണം വിവോയുടെ മുൻകാല ചില ഫോണുകൾ കണ്ട കണക്കുള്ള ഒരു വലിയ ക്യാമറ മൊഡ്യൂളും ഒക്കെ ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഫോണിന്റെ ബാക്ക് പ്ലാസ്റ്റിക് ആണ്. പക്ഷേ ഒരു കാര്യം എടുത്ത് പറയണം, ഇതിനകത്ത് ഫിംഗർ പ്രിന്റ് പതിയുകയില്ല എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല ഈ ഒരു പർട്ടിക്കുലർ കളർ വേരിയന്റിൽ ഇത്തരത്തിലൊരു പ്രത്യേക ടെക്സ്ചർ ഒക്കെ നമുക്ക് അകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഐക്യു എന്ന് എഴുതിയിട്ടുണ്ട്. ഇത്രയും വലിയൊരു ക്യാമറ മൊഡ്യൂൾ ആണെങ്കിലും ഫോൺ ഇതുപോലെ ടേബിളിന്റെ മുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വലിയൊരു വോബ്ലിംഗ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. കാരണം ഒരു സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ക്യാമറ മൊഡ്യൂളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഫോണിന്റെ ബാക്കും അതുപോലെ ഈ കാണുന്ന ഫ്രെയിമും എല്ലാം പ്ലാസ്റ്റിക് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ പ്ലാസ്റ്റിക് ഫ്രെയിം കണ്ടു കഴിഞ്ഞാൽ പക്ഷേ ഒരു മെറ്റാലിക് ഫിനിഷ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കൊടുത്തിരിക്കുന്നത്. വളരെ സ്റ്റേഡി ആയിട്ടുള്ള ബട്ടണുകളാണ് സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ചാർജിങ്ങിന് Type-C പോർട്ടാണ് നൽകിയിരിക്കുന്നത്. കയ്യിലൊക്കെ പിടിച്ചാൽ നല്ലൊരു ഇൻഹാൻഡ് ഫീൽ എന്ത് തന്നെയായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. ഫോണിന്റെ ഡിസ്പ്ലേ ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേയിലാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഐക്യുവിന്റെ ഒരു ഫോൺ ഇത്തരത്തിൽ ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ വരുന്നത് ആദ്യമാണെന്നാണ് എൻ്റെ ഓർമ്മ. എന്ത് തന്നെയായാലും ഈ പറയുന്ന ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേയുടെ ഒരു ഗുണം എന്ന് പറയുന്നത് ഫോൺ കർവ്ഡ് ആണെന്ന് ഒറ്റ നോട്ടത്തിൽ പറയുകയില്ല. മാത്രമല്ല നമ്മൾ ഗെയിമൊക്കെ കളിച്ചാൽ കർവ്ഡ് ഡിസ്പ്ലേ ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് വരികയില്ല. ക്വാഡ് കർവ്ഡ് അത്രയും നൈസ് ആയിട്ടുള്ള കർവിംഗ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് 4 സൈഡിലും നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബെസൽലെസ് ഡിസ്പ്ലേ അനുഭവം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. ഐക്യു ഫോണിന്റെ വീഡിയോകളെല്ലാം ഞാൻ പറയുന്ന ഒരു ചെറിയ പരാതിയുണ്ട്. ഈവൻ കഴിഞ്ഞ ഐക്യുവിന്റെ Neo 10R എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൽ പോലും ഞാനത് പറഞ്ഞിരുന്നു. അതിന്റെ ഡിസ്പ്ലേക്ക് ഒരു വൈറ്റ് ടോൺ കൂടുതലാണെന്ന് പറഞ്ഞിരുന്നു. സാധാരണ പല ഐക്യു ഫോണിലും നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു ഐക്യു ഫോണിൽ അങ്ങനെയല്ല. ഡിസ്പ്ലേ കുറച്ചുകൂടി ബെറ്റർ ആണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഈ ഒരു ഫോൺ പലപ്പോഴും എനിക്ക് ഒരു വിവോ ഫോണിന്റെ ഒരു DNA ആണ് പല സ്ഥലങ്ങളിലും ഈവൻ ഡിസ്പ്ലേയിലും അതുപോലെ ഈ ക്യാമറ മൊഡ്യൂളിലും ഒക്കെ ഫീൽ ചെയ്യുന്നത്. ഒരു ഐക്യു ഫോൺ എന്ന ഒരു ഫീൽ പലപ്പോഴും ഈ ഒരു ഫോണിന് വരുന്നില്ല. നേരെ മറിച്ച് ഒരു വിവോ ഫോണിന്റെ ഫീലാണ് പലപ്പോഴും പല സെഗ്മെന്റിലും നമുക്ക് ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നത്. അതൊരിക്കലും ഒരു മോശമല്ല. അത് ഈ ഒരു ഫോണിനെ സംബന്ധിച്ച് ഒരു പ്ലസ് പോയിന്റ് ആണെന്ന് കൂടി ഓർമ്മിപ്പിക്കട്ടെ. 6.77 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ, അതും 1.5K റെസൊല്യൂഷൻ ഉള്ള 120 Hz റിഫ്രഷ് റേറ്റുള്ള ഒരു
ഒരു മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വന്നിട്ട് 5000 നിറ്റ്സ് ആണ്. ഇത്രയും പീക്ക് ആയിട്ടുള്ള ബ്രൈറ്റ്നസ് നേരത്തെ നമ്മൾ കണ്ടത് റിയൽമിയുടെ GT അതുപോലെ GT60 തുടങ്ങിയ ഫോണുകളാണ്. 6000 നിറ്റ്സ് ആണ് അതിനകത്ത് ടോപ്പ് ബ്രൈറ്റ്നസ്സുമായിട്ട് വന്നത്. ഇവിടെ അതിനടുത്ത് ഏകദേശം 5000 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഈ ഒരു ഫോൺ അത് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഗുണമുണ്ട്. അത് ഗുണമെന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിലൊക്കെ നല്ല രീതിയിൽ ഈ ഫോണിന്റെ ഡിസ്പ്ലേ നല്ല ബ്രൈറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഈ ഒരു ഫോൺ ഉപയോഗിച്ചപ്പോൾ അതിൻ്റെ ഒരു കുറവായിട്ട് തോന്നിയത് ലോ ലൈറ്റിൽ, അതായത് രാത്രിയൊക്കെ നമ്മൾ ഈ ഒരു ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് വൈറ്റ് സ്ക്രീൻ കയറി വരുമ്പോൾ പെട്ടെന്നാണ് ബ്രൈറ്റ്നസ് ഇൻക്രീസ് ആയി വരുന്നത്. ആ ഒരു 5000 നിറ്റ്സ് ഒറ്റയടിക്ക് നമ്മുടെ കണ്ണിലേക്ക് അടിച്ച് കയറുന്ന ഒരു ഫീൽ വരും വൈറ്റ് ഡിസ്പ്ലേ ഏരിയകളിൽ. ഞാനിപ്പോൾ ഡാർക്ക് തീമാണ് ഇട്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ ഒരു വീഡിയോ കാണുമ്പോൾ കൂടുതൽ വൈറ്റ് സ്റ്റോൺ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ കാണുന്നെങ്കിൽ ആ ബ്രൈറ്റ്നസ് പെട്ടെന്ന് കൂടുന്ന പോലെ ഒരു കണ്ണിലേക്ക് അടിച്ചു കയറുന്ന പോലെ ഒരു ഫീൽ അതുകൊണ്ട് തന്നെ തോന്നിയിട്ടുണ്ട്. എന്ത് തന്നെയായാലും മനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മീഡിയം പ്രോസസർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 7S Gen 3 എന്ന് പറയുന്ന പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്ത് പകരുന്നത്. അടുത്തിടെ പുറത്തിറങ്ങിയ നത്തിങ് 3A, നത്തിങ് 3A Pro, റിയൽമി P3 Pro തുടങ്ങിയ ഫോണുകളിൽ, അതായത് ഒരു 25,000 അതായത് 30,000 രൂപയിൽ താഴെ വില വരുന്ന പല ഫോണുകളിലും കണ്ട ഒരു പ്രോസസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഈ ഒരു പർട്ടിക്കുലർ പ്രോസസറിന്റെ ഒരു AnTuTu സ്കോർ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏകദേശം 7 ലക്ഷത്തിന് പുറത്ത് 8,20,000 താഴെ ആ ഒരു റേഞ്ചിലാണ് ഈ പ്രോസസർ നൽകുന്ന ഒരു AnTuTu സ്കോർ. നമ്മൾ ഈ ഒരു ഫോണിന്റെ AnTuTu സ്കോർ ഇവിടെ ടെസ്റ്റ് ചെയ്തു. 7,73,872 എന്ന് പറയുന്ന ഒരു സ്കോറാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്കോർ നൽകുന്ന സൂചന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോണിന് ഒരു മീഡിയം പെർഫോമൻസ് ആണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. അല്ലാതെ ഇതിനൊരു ഭയങ്കര പെർഫോമൻസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു ഫോണിന്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഓക്കെ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു ഫോണിന്റെ പ്രോസസർ കാഴ്ചവെക്കുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയേണ്ടി വരും. ഈ ഒരു ഫോണിനകത്ത് നമുക്ക് ഗ്രാഫിക്സ് സ്മൂത്തിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രെയിം റേറ്റ് എക്സ്ട്രീമിൽ ഗെയിം പ്ലേ സാധ്യമാകുന്നുണ്ട്. വലിയ ലാഗോ ഇഷ്യൂസ് ഒന്നും ഇല്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നത്. ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എല്ലാ മാപ്പിലും ഒരേപോലെയുള്ള ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫോണിന്റെ ഒരു CP ത്രോട്ട്ലിംഗ് ഇതുപോലെ ടെസ്റ്റ് നടത്തി അതിന്റെ ഒരു റിസൾട്ട് വന്നതെന്ന് പറയുന്നത് 94% ഉള്ള ഒരു സ്കോറാണ് ലഭിച്ചിരിക്കുന്നത്. അത് കൊള്ളാം, നല്ലൊരു സ്കോറിംഗ് ആണ് അതിനകത്തൂടെ തന്നിരിക്കുന്നത്. അത് നൽകുന്ന സൂചന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ദീർഘസമയം നമ്മൾ ഗെയിം കളിച്ചാലും ഫോണിന്റെ ആ ഒരു പെർഫോമൻസ് ഒരുപാടൊന്നും എന്താ പറയുന്നത് ഡ്രോപ്പായി പോവില്ല എന്നുള്ളതാണ് ഈ ഒരു CP ത്രോട്ട്ലിംഗ് ടെസ്റ്റ് റിസൾട്ട് സൂചിപ്പിക്കുന്നത്. സാധാരണ IQ ഫോണുകൾ ഭയങ്കര പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫോണുകളാണ്, ഗെയിമേഴ്സിന്റെ ഇഷ്ട ബ്രാൻഡായി മാറിയിട്ടുണ്ട് IQ. പക്ഷേ ഇവിടെ കുറച്ചുകൂടി ഒരു ഓവറോൾ എക്സ്പീരിയൻസ് നിലയിലാണ് ഈ ഒരു ഫോണിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നതെന്ന് നമുക്ക് ഈ ഒരു പ്രോസസർ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. മാക്സിമം 12GB റാം വരെയും അതുപോലെ 256GB വരെയുമാണ് ഇതിന്റെ ഒരു ഇന്റേണൽ സ്റ്റോറേജ് വരുന്നത്. പക്ഷേ റാം ടൈപ്പ് LPDDR4X അതുപോലെ UFS 2.2 ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് സ്റ്റോറേജ് ഓപ്ഷൻ ആയിട്ട്. ഈ പ്രൈസ് പോയിന്റിൽ UFS 3.1 ലഭിക്കുന്ന ഫോണുകൾ ഉണ്ട് എന്നുള്ളത് മറക്കരുത്. 7300 mAh ബാറ്ററി ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഒരു 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ കൊടുക്കാമായിരുന്നു. കാരണം ഈ ഒരു 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ സാധാരണ 5000 mAh ബാറ്ററി ഒക്കെ ചാർജ് ചെയ്യുന്നതിന് ഓക്കെയാണ്. 7300 mAh ചാർജ് ചെയ്യാൻ കുറച്ചുകൂടി ഫാസ്റ്റ് ചാർജ് ഉണ്ടെങ്കിൽ വളരെ വേഗതയിൽ കുറച്ചുകൂടി വേഗതയിൽ ചാർജ് ചെയ്യാൻ സാധിക്കും. ഈ പ്രൈസ് സെഗ്മെന്റിൽ തന്നെ 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ വരുന്ന ഫോണുകൾ ഉണ്ട് എന്നുള്ളതും സത്യമാണ്. അപ്പോൾ 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ കൊടുക്കാമായിരുന്നു. പക്ഷേ 90 വാട്ട് ഓക്കെ എന്ന് വേണം പറയാൻ. ഇതിനകത്ത് വയർലെസ് ചാർജിംഗ് ഒന്നുമില്ല. ഈ പ്രൈസ് പോയിന്റിൽ അങ്ങനെ വയർലെസ് ചാർജിംഗ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. അതുപോലെ തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു 7300 mAh ബാറ്ററി എന്ന് കേട്ടപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി ടെക്നോളജി കാർബൺ സിൽക്കേഡ് എന്ന് പറയുന്ന പുതിയ ടെക്നോളജി ആയിരിക്കും എന്ന് കരുതി. പക്ഷേ അല്ല എന്ന് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ലിഥിയം അയോൺ ബാറ്ററി തന്നെയാണ് ഈ ഒരു 7300 mAh എന്ന ആ ഒരു വലിയ ബാറ്ററി കപ്പാസിറ്റിയിൽ ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. എന്നിട്ടും ഫോണിന്റെ വെയിറ്റ് 200 ഗ്രാമിൽ താഴെയും അതുപോലെ തിക്നെസ് വന്നിട്ട് ഇത്രയും കുറച്ചും നിർത്താൻ ഈ ഒരു IQ ബ്രാൻഡിന് ഈ ഒരു ഫോണിൽ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ എൻ്റെ ഉള്ളത് കൊണ്ട് തന്നെയും നിരവധി ഫോട്ടോകൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് എടുത്തു നോക്കി. ഇതിന്റെ ഒരു പ്രൈമറി സെൻസറിൽ നിന്ന് വരുന്ന ഫോട്ടോകൾ അടിപൊളിയാണ്. പക്ഷേ ഇതിനകത്ത് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല എന്നുള്ളതൊരു കുറവ് തന്നെയാണ്. 50 മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി സെൻസറും 2 മെഗാ പിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസറുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഈ പ്രൈസ് പോയിന്റിൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ നൽകുന്ന മറ്റ് പല ഫോണുകളുമുണ്ട്. പക്ഷേ ഇതിനകത്ത് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ നൽകിയിട്ടില്ല. നിങ്ങൾ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഫോട്ടോകളും വീഡിയോകളും ഒരുപാട് എടുക്കുന്ന ഒരാളാണെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് സ്യൂട്ട് ആവില്ല. കാരണം ഈ പറഞ്ഞ ലെൻസ് ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഉള്ള 50 മെഗാ പിക്സലിന്റെ സെൻസറിൽ നിന്നും നല്ല ഫോട്ടോകൾ തന്നെയാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസം ഈ ഒരു ഫോൺ ഉപയോഗിക്കാൻ സാധിച്ചത് കൊണ്ട് തന്നെയും ഒരുപാട് ഫോട്ടോകളും വീഡിയോകളും ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുത്തു നോക്കി. നല്ല പോർട്രേറ്റ് ഫോട്ടോകളും ഈ പറയുന്ന പ്രൈമറി സെൻസർ ഉപയോഗിച്ചുകൊണ്ടൊക്കെ നല്ല മനോഹരമായിട്ടുള്ള ഫോട്ടോകൾ നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതിനകത്തൊന്നും എനിക്ക് യാതൊരു തർക്കവുമില്ല. പക്ഷേ ഈ പറഞ്ഞ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല എന്നുള്ളത് കുറവാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ചെറിയൊരു കുറവ് ക്യാമറ വിഭാഗത്തിൽ ഞാൻ കണ്ടത്, നമ്മൾ സെൽഫി ഫോട്ടോകൾ എടുക്കുമ്പോൾ അതും ലോ ലൈറ്റിൽ സെൽഫി എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്ലാഷ് ലൈറ്റ് തെളിയാറുണ്ട്. ഫ്ലാഷ് ലൈറ്റ് തെളിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കെല്ലാം അറിയാം. ഇതുപോലെ സ്ക്രീനിന്റെ കൂടുതൽ ഏരിയയും ഇത്തരത്തിലൊരു വൈറ്റ് കളർ നൽകിക്കൊണ്ട് സ്ക്രീനിൽ നിന്നൊരു ഇലുമിനേഷൻ കൊടുത്തുകൊണ്ടുള്ള ഒരു ഫ്ലാഷ് രീതിയാണ് രാത്രി കാലത്തിൽ സെൽഫി എടുക്കുമ്പോൾ
കൊടുക്കുമ്പോൾ ഈ ഒരു ഫോണും നൽകുന്നത്. പക്ഷേ ഉള്ള പ്രശ്നം ഇങ്ങനൊരു വൈറ്റ് ലൈറ്റ് ഡിസ്പ്ലേയിൽ കൊടുക്കുമ്പോൾ ആ ഒരു വൈറ്റ് ലൈറ്റ് ഈ സെൻസറിലേക്ക് എങ്ങനെയോ ചെല്ലുന്നു, എന്തോ എനിക്ക് അറിയില്ല. അതിൻ്റെ ടെക്നിക്കാലിറ്റിയെ പറ്റി ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എന്ത് തന്നെയായാലും ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തിട്ടുകൊണ്ട് എടുക്കുന്ന സെൽഫി ഫോട്ടോകളിലേക്ക് അത്തരം ഫോട്ടോകൾ പലത് ഞാൻ എടുത്തു നോക്കി. അതിനകത്തെല്ലാം ഒരു യെല്ലോ ടിൻറ്റ് കയറി വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഇതിൻ്റെ പ്രധാന കാരണം ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഓഫ് ചെയ്യുമ്പോൾ പ്രശ്നമില്ല, നല്ല രീതിയിലുള്ള സെൽഫി ഫോട്ടോകൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലാഷ് ലൈറ്റിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു വൈറ്റ് സ്റ്റോൺ എന്തോ ഒരു പ്രശ്നം ഈ ഒരു പർട്ടിക്കുലർ ഫോണിൽ വരുന്നുണ്ട്. അത് ഈ ഒരു എൻ്റെ കയ്യിലിരിക്കുന്ന ഫോണിൽ മാത്രമാണോ എന്ന് എനിക്കറിയില്ല. ബാക്കിയുള്ള IQ C10 എല്ലാ ഫോണുകളിലും ഇതുണ്ടോ എന്നുള്ളതും എനിക്കറിയില്ല. ബാക്കി ഫോണുകൾ അത് ചെക്ക് ചെയ്തെങ്കിൽ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. എന്തായാലും അങ്ങനെ ഒരു പ്രശ്നം ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഉണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ ഇടത് സൈഡിൽ കാണുന്നത് ഇത്തരത്തിൽ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തെടുത്ത് ലോ ലൈറ്റിൽ എടുത്ത സെൽഫി ഫോട്ടോയാണ്. എന്നാൽ വല സൈഡിൽ കാണുന്നതെന്ന് പറയുന്നത് അത്തരത്തിൽ ഫ്ലാഷ് ലൈറ്റ് ഓഫ് ചെയ്തെടുത്ത ഫോട്ടോയാണ്. ഒരു പ്രത്യേക ഗ്രേഡിയൻ്റ് എഫക്റ്റ്, ഒരു യെല്ലോയിഷ് ഗ്രേഡിയൻ്റ് എഫക്റ്റ് കൊടുത്തതുപോലെയാണ് ഇത്തരത്തിൽ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തിട്ടുകൊണ്ട് ഈ ഒരു ഫോണിൽ ഫോട്ടോ എടുക്കുമ്പോൾ ലഭിക്കുന്നത്. അപ്പോൾ അതും ഒഴിച്ച് നിർത്തിയാൽ വലിയ തരക്കേടില്ലാത്ത ഫോട്ടോകളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നതെന്ന് ചുരുക്കം. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പ്രൈസ് പോയിന്റിൽ എന്തായാലും ഫ്രണ്ട് ക്യാമറയിലും 4K റെസൊല്യൂഷൻ നൽകിയിട്ടുണ്ട്, ബാക്ക് ക്യാമറയിലും 4K റെസൊല്യൂഷൻ നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ രണ്ട് 4K റെസൊല്യൂഷനിലും മാക്സിമം 30 FPS ആണ് നൽകിയിരിക്കുന്നത്, 60 FPS സപ്പോർട്ട് ഇല്ല. സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് ആൻഡ്രോയിഡ് 15 ആണ് നൽകിയിരിക്കുന്നത്, ഫൺ ടച്ച് OS 15 നൽകിയിട്ടുണ്ട്. പക്ഷേ കുറച്ച് ബ്ലോട്ട് വേസുകളുണ്ട്. അത് വിവോയുടെ 80,000 രൂപ പ്രൈസ് റേഞ്ചിലെ ഫോണിലുള്ള ബ്ലോട്ട് വേസുകൾ തന്നെയാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ് ഉണ്ട്. ഇനിഷ്യൽ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ നെറ്റൊക്കെ കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസും ഒക്കെ വന്ന് ചാടുകയാണ്. ഇതിനകത്ത് ഒരുപാട് അത്തരത്തിൽ ബ്ലോട്ട് വേസുകൾ വരുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. എന്തായാലും വിവോയുടെ അല്ലെങ്കിൽ IQൻ്റെ ഒക്കെ ഫോണുകൾ നേരത്തെ ഉപയോഗിച്ചവർക്ക് ഈ പറഞ്ഞ ഈ ഒരു ഫൺ ടച്ച് OS ഒരുപാട് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ബ്ലോട്ട് വേസുകൾ അതൊരു മോശം തന്നെയാണ് എന്നുള്ളത്. ഈ പ്രൈസ് പോയിന്റിൽ വളരെ ക്ലീൻ ആയിട്ടുള്ള യൂസർ ഇന്റർഫേസ് ഒക്കെ ലഭിക്കുന്ന നത്തിങ് 3A ഉണ്ട് എന്നുള്ളതും ഓർക്കേണ്ടതാണ്. രണ്ട് ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ, അതായത് ആൻഡ്രോയിഡ് 17 വരെയുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കിട്ടും. 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിന് IQ നൽകും. ഫോണിനകത്ത് ഫിംഗർ പ്രിന്റ് സംവിധാനം ഇത്തരത്തിൽ ഇൻ ഡിസ്പ്ലേയിലാണ് നൽകിയിരിക്കുന്നത്. അത് ഭയങ്കര ഫാസ്റ്റ് എന്നൊന്നും പറയാനില്ല, കണ്ടില്ല, ഒരു അല്പം ഒരു ഡിലേ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു പൊസിഷനിങ് ഒരുപാട് താഴെയാണ് നൽകിയിരിക്കുന്നത്. ഈ പ്രൈസ് പോയിന്റിൽ അതൊക്കെ ഓക്കെയാണ്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ബ്ലൂടൂത്ത് വെർഷൻ 5.2 ആണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന പല ഫോണിലും ബ്ലൂടൂത്ത് വെർഷൻ 5.4 ഒക്കെ നൽകാറുണ്ട്. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് IP റേറ്റിംഗ് IP65 ആണ് നൽകിയിരിക്കുന്നത്. ഈ പ്രൈസ് പോയിന്റിലുള്ള റിയൽമിയുടെ ഒക്കെ ചില ഫോണുകളിലൊക്കെ IP69 ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് ഈ ഒരു ഫോണിനകത്ത് IP65 കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഒരു റേറ്റിംഗ് അല്ലേ, IP65 എന്ന് പറയുന്ന റേറ്റിംഗ് എങ്കിലും കൊടുത്തിരിക്കുന്നു എന്നുള്ളത് ഭാഗ്യം. ഈ ഒരു ഫോണിനകത്ത് മറ്റൊരു കുറവ് കൂടിയുണ്ട്. ഇതിനകത്ത് NFC സപ്പോർട്ട് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ടാപ്പ് ചെയ്ത് പേയ്മെന്റ് ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു ഫോണിൽ നടക്കില്ല എന്നുള്ളത് ഓർക്കണം. അപ്പോൾ ഈ ഒരു ഫോണിന്റെ ഗുണങ്ങളും ദോഷങ്ങളും രണ്ടായിട്ട് കൃത്യമായി പറഞ്ഞുതരാം. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഇതിന്റെ ബാറ്ററി ലൈഫ് 7300 mAh, 2.5 ദിവസത്തെ ബാറ്ററി ലൈഫ്. അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ, അടിപൊളി ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത്. ക്യാമറയെ പറ്റി പറഞ്ഞാൽ ഓക്കെ ആയിട്ടുള്ള ഒരു മിഡ് റേഞ്ച് ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. ഒരു വൗ എന്ന് പറയുന്നില്ല, കാരണം ഈ പറഞ്ഞ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയില്ല, പിന്നെ 4K ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല. ക്യാമറയിൽ ചെറിയൊരു ബഗ് ഇഷ്യൂ ഞാൻ ഈ പറഞ്ഞ സെൽഫി ലോ ലൈറ്റിൽ ഞാൻ പറഞ്ഞതുമാണ്. അതുപോലെ തന്നെ പെർഫോമൻസിനെ പറ്റി പറഞ്ഞാലും ഒരു ഈ പ്രൈസ് പോയിന്റിൽ ഓക്കെ ആയിട്ടുള്ള പെർഫോമൻസ്, ഭയങ്കര പെർഫോമൻസ് ഒന്നും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. അതുപോലെ ഇതിന്റെ ഒരു പ്രൈസിങ്, അതും ഇതിന്റെ ഒരു നേട്ടമായിരിക്കും. IQ എന്ന് പറയുന്ന ബ്രാൻഡ് വളരെ അഗ്രസീവ് ആയിട്ടാണ് പ്രൈസ് ഓരോ ഫോണും നൽകുന്നത്. അടുത്തായിട്ട് ഇതിന്റെ കുറവുകൾ എന്ന് പറയുന്നത് ഞാൻ ഓരോന്നായി നേരത്തെ പറഞ്ഞതാണ്. അതായത് ഈ പറഞ്ഞതുപോലെ ഈ പ്രൈസ് പോയിന്റിൽ വൈഡ് ആംഗിൾ സെൻസർ നൽകിയിട്ടില്ല, കുറച്ച് ബ്ലോട്ട് വേസുകൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വന്നിട്ടുണ്ട്, NFC സപ്പോർട്ട് നൽകിയിട്ടില്ല, ഫോണിന്റെ ബാക്ക് പ്ലാസ്റ്റിക് ആണ്, ഈ പ്രൈസ് പോയിന്റിൽ ഗ്ലാസ് ബോഡി വരുന്ന ഫോണുകൾ ഉണ്ട്. ഇതിന്റെ UFS സ്റ്റോറേജ് ഓപ്ഷൻ 2.2 ആണ്, അതൊരു 3.1 കൊടുക്കാമായിരുന്നു. തുടങ്ങിയ കാര്യങ്ങൾ വേണമെങ്കിൽ ഈ ഒരു ഫോണിന്റെ കുറവുകളായിട്ട് പറയണം. പറയുമ്പോൾ എല്ലാം പറയണല്ലോ, അതുകൊണ്ടാണ് അത്രയും പറഞ്ഞത്. അല്ലാതെ ഒന്നും ഒരു വലിയ ഊതി പെരുപ്പിച്ച് പറയേണ്ട കാര്യങ്ങളല്ല എന്നുള്ളതും ഓർക്കണം. അടുത്തായിട്ട് ഇതിന്റെ ഒരു പ്രൈസിംഗ് ആണ്. ആക്ച്വലി ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗ് എനിക്ക് അറിവായിട്ടില്ല. ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്ത് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഉറപ്പായിട്ടും ഫോണിന്റെ പ്രൈസിംഗ് പുറത്തു വന്നിട്ടുണ്ടാവും. ജസ്റ്റ് ഗൂഗിൾ ചെയ്യാം. ഞാൻ ഇതിനകത്ത് പ്രതീക്ഷിക്കുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് 20,000-നും ഒരു 24,000-നും ഇടയ്ക്കുള്ള ഒരു ബെറ്റർ പ്രൈസിംഗ് ആയിരിക്കും IQ ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകുന്നത് എന്നാണ്. ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ കുറയാം.